അപ്പോൾ അതാ അങ്ങനെ ഡയറി എഴുതി താരമായിരിക്കുന്ന ഒരു മിടുക്കിയെ കാണാം. അട്ടപ്പാടിയിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി സുദീപ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ കൊച്ചു മിടുക്കിയുടെ ഡയറി കുറിപ്പുകൾ പങ്കുവച്ചു. അങ്ങനെ സുദീപ ഇപ്പോൾ ഒരു താരമായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ. ഒരാളുടെ ഡയറി വായിക്കുന്നത് പോലെ മോശം കാര്യം വേറെ ഇല്ലെന്നാണ്. പക്ഷേ ഈ ഡയറി കുറിപ്പുകൾ ആരും വായിക്കാതെ പോകരുത്. അട്ടപ്പാടി സ്വദേശിനി സുദീപയുടെ ഡയറി എഴുത്ത് മാത്രമല്ല, അമ്മ ദീപയുടെ സഹായത്തോടെ വരച്ച ചിത്രങ്ങളും കാണണം. കാരറ സർക്കാർ UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുദീപ. 1ാം ക്ലാസ് മുതലാണ് സംയുക്ത ഡയറി എഴുത്ത് പാഠ്യപദ്ധതിയിലൂടെ സുദീപ ഡയറി എഴുത്ത് തുടങ്ങിയത്. ഈ എഴുത്ത് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി വരെ വായിച്ചു. 1ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. 2-ലെത്തിയപ്പോഴത്തേനും നമ്മുടെ പുതിയ അച്ഛമായിരുന്നു സിന്ധു ടീച്ചർ കണ്ടിട്ടാണ് ഇത് നമ്മുടെ പോസ്റ്റ് ഇട്ടത് FB-ൽ. അത് മന്ത്രിയിലെത്തി. അതിനകത്ത് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചർ കാരണമാണ് ഇത്രയും ഇത് കണ്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. സന്തോഷം, കളി, ചിരി, ചില പേജുകളിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ. അങ്ങനെ 2ാം ക്ലാസ്സുകാരി അവളെ എഴുതി വയ്ക്കുകയാണ്. അച്ഛൻ സുധീഷ് രാജ് ജോലിക്ക് പോയതിനാൽ കാണാൻ കഴിഞ്ഞില്ല. 2ാം ക്ലാസ്സുകാരിയുടെ ഈ സങ്കടവും അവൾ വരച്ചിടുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സുദീപയെ അഭിനന്ദിച്ചിട്ട കുറിപ്പാണ് വൈറലായി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറേ കാഴ്ചകൾ കണ്ടു. റിസോർട്ടിൽ ഞങ്ങൾ കളിച്ചു, പാലത്തു പോയി. എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ മേത്ത് വെള്ളം തെറിച്ചു. താഴെ നോക്കി നല്ല വെള്ളങ്ങൾ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിളെ ഇപ്പോൾ എൻ്റെ മോളും 2ലാണ്. ഇതേപോലെ ഈ എഴുത്തും വരെയൊക്കെ നമ്മൾ ദിവസം ഇങ്ങനെ കാണുന്നതാണ്. ഇവരിങ്ങനെ ചിന്തിച്ചു വിടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കാം, നമ്മളൊക്കെ 1ലും 2ലും പഠിച്ചപ്പോൾ പഠിച്ചത് എന്താണെന്ന് പോലും സത്യത്തിൽ ഓർമ്മയില്ല. ഒരു കാര്യവും ചെയ്തിട്ടുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങ് അവരുടെ പ്രതിഭയെ മുഴുവൻ പുറത്തെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തായാലും സുദീപ നല്ല മിടുക്കിയാണ്. സുദീപയുടെ കൂട്ടുകാരികളും അല്ലേ, അവരൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ എഴുത്തൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡയറി എഴുതാൻ പറയുന്നത്. അങ്ങനെയാണ് ആ കുട്ടി ഡയറി എഴുതി തുടങ്ങിയത്. അത് 1ാം ക്ലാസ്സിൽ തുടങ്ങി. 1ാം ക്ലാസ്സിൽ മുഴുവൻ എഴുതി, 2ാം ക്ലാസ്സിൽ എഴുതി. അങ്ങനെ ആ കുട്ടി എഴുത്ത് തുടരുകയാണ്. അപ്പോൾ അവളുടെ ഭാഷ മെച്ചപ്പെടുന്നുണ്ട്, അവൾ പറയുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്, അവളുടെ വര മെച്ചപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠനത്തിൽ അവൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വല്ലാത്തൊരു കാര്യമാണ്. ഇതിനുവേണ്ടിയാണ് അധ്യാപകരൊക്കെ പലപ്പോഴും നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയറി എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ മടിയാണ്. നമ്മൾ ആദ്യമൊക്കെ പറയുന്ന ദിവസം 2 ദിവസമൊക്കെ വളരെ രസത്തിലൊക്കെ എഴുതും. പക്ഷെ പിന്നീട് മടിയാകും. അങ്ങനെ നമ്മൾക്ക് പിന്നീട് നമുക്ക് എഴുതാൻ തന്നെ മടിയായി തുടങ്ങും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു ഒരു കുട്ടിയിൽ നല്ല മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ആ എഴുതുന്ന ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. നല്ല രീതിയിൽ ആ കുട്ടി എഴുതുന്നുണ്ട്. വലിയ അക്ഷരത്തെറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ കുട്ടി മിടുക്കിയായി തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ അത്ര അധികം എന്താ പറയുക, അവളുടെ എഴുത്തും വായനയും ഒക്കെ അതിലൂടെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എന്നുള്ളത് ഇത് കാണിച്ചു തരുന്നുണ്ട്. മന്ത്രി അടക്കം ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു, ആ എഴുത്തുകളൊക്കെ ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. കാരണം ഒരു കുട്ടി എഴുതുന്നത് ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഓരോ കുട്ടികൾക്ക് ഇത് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ എഴുതിയാൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തം അനുഭവിക്കുന്ന കാര്യങ്ങൾ എഴുതിയാൽ അത് വായിച്ച് നമ്മുടെ ഭാഷയൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയും. മാത്രമല്ല നമുക്ക് തന്നെ എഴുതാൻ ഒരു കോൺഫിഡൻസ്, കൂടുതലായിട്ടുള്ളൊരു ഊർജ്ജമൊക്കെ ലഭിക്കും എന്നുള്ളത് അവളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.